നമസ്കാരം, ഞാൻ മുൻഷി രഞ്ജിത്ത്. എല്ലാ പ്രിയപ്പെട്ടവർക്കും മറുനാടൻ മലനാടിലേക്കും സ്വാഗതം. ശ്രീമതി ഷൈനി വളരെ എന്തൂസിയാസ്റ്റിക് ആയിട്ടുള്ള ഒരു മറുനാടൻ മലയാളി വനിതയാണ്. ഇന്ന് ഷാർജയിലെ ഏറ്റവും ഗുണനിലവാരമുള്ള നഴ്സറി സ്കൂളുകളിൽ ഒന്നായ ലിറ്റിൽ ഫീറ്റ് നഴ്സറി 2003 ശ്രീമതി ഷൈനി ആരംഭിച്ചതാണ്. വയനാട് സ്വദേശിയാണെങ്കിലും പഠിച്ചതും വളർന്നതും കേരളത്തിന് പുറത്താണ്. ഇപ്പോൾ പ്രവർത്തിക്കുന്നത് ഇന്ത്യക്ക് പുറത്തും. ഈ ജീവിതയാത്രയിൽ താൻ അറിഞ്ഞതും കുഞ്ഞി ചുവട് വെച്ച് താൻ ആരംഭിച്ച ലിറ്റിൽ ഫീറ്റ് നഴ്സറിയെക്കുറിച്ചും ശ്രീമതി ഷൈനി. ഹായ്, എൻ്റെ പേര് ഷൈനി സ്പാഡികം എന്നാണ്. ഞാൻ നാട്ടിൽ വയനാട്ടിൽ നിന്നാണ്. ഞാനിവിടെ ദുബായ് വന്നിട്ട് ഓൾമോസ്റ്റ് 26 ഇയേഴ്സായി. ഇവിടെ വന്ന് 2 വർഷം വർക്ക് ചെയ്തതിന് ശേഷം എൻ്റെ കല്യാണം. വിവാഹത്തിന് ശേഷം ഞാൻ വർക്ക് ചെയ്തിട്ടില്ലായിരുന്നു. ഓൾമോസ്റ്റ് 4 ഇയേഴ്സ് വർക്ക് ചെയ്തില്ല. അപ്പോൾ ആ സമയത്ത് എൻ്റെ ഫസ്റ്റ് ഡോട്ടർ ഉണ്ടായപ്പോഴത്തേക്കും അവളിപ്പം 25 ഇയേഴ്സ് അഗോ അവളുണ്ടായിട്ട് അവളുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്തു. ഒരു 4 ഇയേഴ്സ് ആയപ്പോൾ അവർക്ക് വേണ്ടി ഞാനൊരു മോണ്ടിസറി സ്കൂൾ, നഴ്സറി സ്കൂൾസ് ഷാർജയിൽ നോക്കിയിരുന്നേ. I put her into a Sharjah private Montessori school that was run by a British management. And എനിക്ക് ആ നഴ്സറി ഒത്തിരി ഇഷ്ടമായി. അവിടെ പോയപ്പോൾ I was exposed to ഒരു ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ലേണിംഗ് ആയിരുന്നു. അപ്പോൾ ഇറ്റ് വാസ് എ വെരി പ്രാക്ടിക്കൽ അപ്രോച്ച് ആയിട്ട്. ആൻഡ് ഐ റിയലി ലൈക്ഡ് what they did and what they showed me. അപ്പോൾ അത് എന്നെ ആക്ച്വലി ഇൻസ്പയർ ചെയ്ത് to know more about Montessori, and then I did my diploma in Montessori, and so that was a dream to start from there. And I always wanted to provide a value-based quality education, and because that was very, very expensive, and I wanted to make sure it is affordable, because education is something that everybody should be able to get the best. അപ്പോൾ അതായിരുന്നു എൻ്റെ ഡ്രീം, and that is what actually inspired me to start a nursery school of my own. Little Feet തുടങ്ങിയത് 2003. It's 16 years now, and with a lot of dreams and aspirations. അത് തുടങ്ങിയപ്പം we had the first 7 children, and I was just so overwhelmed to see those 7 children. It was in 2011 we started the second branch. അങ്ങനെ 2 ബ്രാഞ്ചും ഷാർജ അൽഖാനിലായി, and that's what I can say. And looking back, I just know that it had been an impossible dream, but the Lord made it possible. പിള്ളേരെ കൂടെ ഡീൽ ചെയ്യുന്ന ഭയങ്കര സെൻസിറ്റീവ് ഇഷ്യൂ ആണ്, ബിക്കോസ് വി ഡീൽ വിത്ത് പേരൻസ് ആൻഡ് വി ഡീൽ വിത്ത് ചിൽഡ്രൻ, ആൻഡ് ഹെൽത്ത് ആൻഡ് സേഫ്റ്റി ഈസ് വെരി, വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പം അതിൽ എൻ്റെ ഇൻവോൾവ്മെൻറ്റും എൻ്റെ സ്റ്റാഫിൻ്റെ ഇൻവോൾവ്മെൻറ്റ്, ഐ ഓൾവേസ് സേ ഇറ്റ്സ് ലൈക്ക് 200%. മക്കൾ എപ്പോഴും പറയും, മമ്മ വി ആർ നോട്ട് യുവർ ചിൽഡ്രൻ, ഐ മീൻ ദ നഴ്സറി ഈസ് യുവർ ചൈൽഡ്. അപ്പോൾ അവർക്കറിയാം, ബിക്കോസ് ഇറ്റ്സ് എ ലോട്ട് ഓഫ് കമ്മിറ്റ്മെൻറ്റ്. ആൻഡ് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫ്, ഐ ഗോട്ട് 30 ladies working with me. I am just so inspired, because each of them put in the 200% to work towards the benefit of these children. So it's a 24 hours on call job. So total commitment വേണം നഴ്സറീസും പിള്ളേരുടെ കൂടെ വർക്ക് ചെയ്യുമ്പം. അപ്പം നമ്മുടെ അടുത്ത് വരുന്ന പിള്ളേർ, ഇറ്റ്സ് ലൈക്ക് വി ടേക്ക് ചിൽഡ്രൻ 2 to 4 years of age. അപ്പം ആദ്യമായിട്ട് അവർ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുന്നതാണ്. സോ they are absolutely insecure, confidence ഇല്ല, they are insecure, and they are coming in with a lot of anxiety. അപ്പോൾ ആങ്സൈറ്റി ആദ്യം വരുമ്പോഴത്തേക്ക് നമുക്ക് കാണാൻ പറ്റുക, വെരി അപ്രിഹെൻസീവ് ആൻഡ് ആങ്സൈറ്റി. So I always tell my teachers that our nursery is a home away from home. It's a second family. അപ്പോൾ ആദ്യം അവർക്ക് വേണ്ടത് it's a lot of love and affection. So that's the main thing that we focus on, and I keep telling the teachers and even the parents, അപ്പോൾ ആദ്യം അവർ സെറ്റിൽ ചെയ്യാൻ വേണ്ടിയാണ് നോക്കേണ്ടത്, അല്ലാണ്ട് എൻ്റെ കൊച്ചു ഇത് പഠിച്ചോ അത് പഠിച്ചോ എന്നല്ല. സോ ഇറ്റ്സ് സെറ്റിലിംഗ് ഫേസ്, ഇറ്റ്സ് വെരി, വെരി ക്രൂഷ്യൽ, വെരി ഇമ്പോർട്ടൻറ്റ്. ആൻഡ് ആഫ്റ്റർ ദറ്റ് ടൈം സ്പാൻ ഓഫ് 6 to 7 months, we are just so amazed. That's one of the reward of teaching is our nursery reward is to see how these children bloom, how they become confident, and they're ready to face the higher challenges in the formal schooling. So that's the reward. So it's highly challenging, but it's such a beautiful thing to see them step out with confidence. ഞങ്ങളുടെ അടുത്തുള്ള we've got children from 10 different nationalities. The medium of teaching നമ്മൾ യൂസ് ചെയ്യുന്നത് it's English, but 10 different nationalities are there. And ചിലപ്പം പേരൻസ് ആദ്യം ചോദിക്കുന്ന ഒരു കാര്യമാണ്, അപ്പം കുട്ടികൾക്ക് ലാംഗ്വേജ് സംസാരിക്കാൻ പറ്റത്തില്ല, നിങ്ങൾ എങ്ങനെ മാനേജ് ചെയ്യും?
ഒരു അറബ് ആണെങ്കിലും ഇന്ത്യൻ പേരൻ്റ് ആണെങ്കിലും മലയാളി പേരൻ്റ് ആണെങ്കിലും അവരുടെ ഏറ്റവും വലിയ കൺസേൺ ആ ലാംഗ്വേജ് കുട്ടിക്ക് മനസ്സിലാവില്ല, എങ്ങനെ നിങ്ങൾ ഇംഗ്ലീഷിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. പക്ഷേ ആ ഏജിൽ വി they pick up, so even though we talk to them ചിലപ്പോൾ വേർഡ്സ് ആയിരിക്കും. even for some time for നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന സ്റ്റാഫ് കിട്ടും, ഒരു അറബിക് ടീച്ചർ ഉണ്ടെങ്കിൽ ഷീ ടോക്സ് ടു ചൈൽഡ് ഇൻ അറബിക് ലാംഗ്വേജ് ഓർ if it's a Malayalam speaking kid, we do support them initially to settle them. And at this age one of the main thing is observational learning. അവർ വന്നിട്ട് മറ്റു പിള്ളേരെ കണ്ട് അവരുടെ കൂടെ ഇൻറ്ററാക്ട് ചെയ്യുമ്പോൾ സോഷ്യൽ ഇൻറ്ററാക്ഷൻ തുടങ്ങുമ്പോഴത്തേക്കും they start interacting with them and they learn the language. They are quick learners. They are like a sponge that absorbs anything that's put in front of them. They're very, very absorbent. ഞങ്ങൾക്ക് ടോട്ടൽ ഇവിടെ ഒരു 30-35 teachers under, teachers and assistant support team under. One thing that I focus on is the staff is trained, highly qualified teachers are. They are all Montessori trained teachers that we have here. In the other land, we do have in-house training. Almost every week we do have a training program out of. So training is very, very essential. And I believe that life at all age we need to be ready to learn. We need to have a teachable spirit. That's something that I always say and I believe in. So it's very important that we have trained staff. So it's concerning whether it's the curriculum or whether it's the safety, whether it's the first aid. So a training is apt and has to be a continuous process in our nursery. ഞങ്ങളുടെ നഴ്സറിയിൽ if you see ഞങ്ങൾ ഡിഫറെൻറ്റ് സെൻറ്റേഴ്സ് ആയിട്ടാണ് വെച്ചിട്ടുള്ളത്. ലൈക്ക് you've got ഇൻഡോർ പ്ലേ ഏരിയ ഉണ്ട്, പിന്നെ they've got a മ്യൂസിക് റൂം ഉണ്ട്, ക്ലാസ് റൂംസ് ഉണ്ട്, മോണ്ടിസറി ലാബ് ആയിട്ട് we've got a particular room that says Montessori lab. Outdoor ഉണ്ട് because lot of activities outdoor, because that's one thing that I look at. And ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമായിട്ട് tell parents, need to look at the place. നമ്മൾ ചുമ്മാ ഒരു അടുത്തുള്ളൊരു നഴ്സറി എന്ന് പറഞ്ഞ് പോയിട്ടിട്ട് കാര്യമില്ല. Because are they providing quality based education? എന്താ അവർ കൊടുക്കുന്നത്? Go have a look at the place, get a feel of the place. It's very important because എനിക്ക് എൻ്റെ മക്കൾ വന്നപ്പം അവർ ഫ്ലാറ്റിലായിരുന്നു. അപ്പം one thing that was very particular is that അവർ പോകുന്ന സ്ഥലത്തൊരു നഴ്സറിയിൽ it should have a nice outdoor space, because അല്ലെങ്കിൽ പിള്ളേർ എപ്പോഴും ഫ്ലാറ്റിലിരുന്ന് inside the four walls. അപ്പം ആ ഒരു കോൺസെപ്റ്റ് എനിക്ക് I was very particular about it. Should be clean and it should have a nice outdoor space. അതുകൊണ്ട് ഞങ്ങളുടെ രണ്ട് നഴ്സറീസിലും it's got ample beautiful outdoor space. It's definitely a welcoming feeling for these children, and avരുടെ ഒരു joy കാണണം, because when they get to play outside they're just so happy, because it's like they're just coming and feeling the freshness and the air outside. They're so happy. You can just feel on the little children that they enjoy the outdoor space. So these are things that I was very particular is nursery setup ചെയ്തപ്പം, and I'm just so happy that we're able to provide all these things. ഇവിടെ പിള്ളേർ വരുമ്പം like right from the time they walk in, we've timed the activities for them. So once they come in, they've got a schedule to follow. അപ്പം it can be like a music time, പിന്നെ അത് കഴിഞ്ഞ് they've got language and eating time, and eating time ആണെങ്കിലും like snack time ആണെങ്കിലും we've got people, teachers and assistants with them. ചില പിള്ളേർ വരുമ്പം they are not even able to independently eat, so we've got to support them. And അവർ മറ്റേ പിള്ളേർ കഴിക്കുന്ന കണ്ട് they gradually become confident and independent to have their own snack. So and then they have activity time. So it's a full day program with loads of activities. Every half an hour to 40 minutes they have a different activity, and there's nothing called as a boredom experience for the 3 to 4 hours they're in the nursery. Nursery 16 years ആയതുകൊണ്ട് അപ്പം ഇപ്പം ഞങ്ങളുടെ പിള്ളേർ many children are right now in universities, and parents തിരിച്ചു വന്ന് പറയാറുണ്ട്. ചില parents when they've showed us certificates of what the children are doing, പിന്നെ achievements ആയിട്ട് there are at least few parents who think about us. They come back and appreciate what has been said to them. Because എനിക്ക് ഞാൻ ഭയങ്കര പെർട്ടിക്കുലർ അതിൽ ലൈക്ക് it's very very important that the child should have a good foundation in a nursery beginning. സ്കൂളിലേക്ക് പോകുന്നതിന് മുന്നേ ഒരു ചൈൽഡിന് വളരെ ഇമ്പോർട്ടൻ്റ് ഒരു നഴ്സറി ഫൗണ്ടേഷൻ, because that is a head start to education. അപ്പം എല്ലാ പിള്ളേർക്കും ഒരു നല്ലൊരു നഴ്സറി ഫൗണ്ടേഷൻ വേണമെന്ന് ഞാൻ ബിലീവ് ചെയ്യുന്ന ഒരാളാണ്.
and I'm so happy to see ഞങ്ങളുടെ കുറേ പിള്ളേർ they excel in different areas and constantly parents come back and say that our children are doing well. അത് കേൾക്കുമ്പോൾ ഇറ്റ്സ് such a joy to us in our team. പിന്നെ വേറൊരു അഡീഷണൽ സർവീസ് ഉള്ള ഞങ്ങൾക്ക് നഴ്സറിയിലേക്കുള്ള we have a transport facility. അപ്പം we've got 2 assistants in the transport and the children are picked up from home and they're dropped back. അപ്പോൾ അതൊരു added സർവീസാണ്. അതേപോലെ നഴ്സറി സെറ്റപ്പ് ചെയ്ത് വരാനുള്ള ഞാൻ ഒരിക്കലും മറക്കാത്ത ഒരു കാര്യമാണ് ഞങ്ങളുടെ ഓണേഴ്സ് ആൻഡ് സ്പോൺസേഴ്സ് ഹു സ്റ്റുഡ് ബൈ അസ് ആൻഡ് ബോത്ത് നഴ്സറി ഓണേഴ്സ് ആൻഡ് സ്പെഷ്യലി ഈ നഴ്സറി ഇപ്പോൾ ഇവിടെ ഞങ്ങൾ ഇപ്പോൾ ഈ റെക്കോർഡ് ചെയ്യുന്ന ഈ നഴ്സറി ഓണേഴ്സ് 16 years ആയിട്ട് ഞാൻ കോൺടാക്ട് ചെയ്യുന്ന അവരെൻ്റെ ഓൺ പോലെയാണ്. ഇവിടുത്തെ മാമ ബാബ വെരി ക്ലോസ് ടു മീ. ടു ഹാവ് സച്ച് ലോക്കൽ ഫ്രണ്ട്സ് വെരി ക്ലോസ്, സ്പെഷ്യലി അവരുടെ മക്കളും one of the daughters very close to me, Maisa എന്ന് പറഞ്ഞ കുട്ടി, അവൾ she's like my own sister and I just cherish every bit of that. പിന്നെ every parents who've been with us through this journey 16 years അവരെ ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. They've trusted the children with us and looking back I just want to say a big thank you to all the parents, ഞങ്ങളുടെ കൂടെ നടന്ന parents. പിന്നെ the teachers and my support team, that's another blessing that they've all come by and we've become like a big family. The way I've seen ladies, because the entire setup, like in a nursery, there are basically 3 kind of people that I cater to. One is parents, like I said, it's coaching them. Then the little children, like as they flourish and they bloom out, avare kanan very joy. Adepole ladies, my staff, that the people I work with, they're also talented and I'm inspired by each of them. ചില ആൾക്കാർ ഇവിടെ വരുമ്പോൾ they walk in with absolute insecurity like the children. പക്ഷേ in 2 to 3 years I'm just amazed at each of them, the potential they have. They come out with brilliant traits and qualities that has to be appreciated. ഞാൻ എപ്പോഴും ലേഡീസ് നോക്കുമ്പോൾ ഞാൻ പറയും I admire them because they're multitasking as a mother, as a wife and as a teacher. They're just a blessing to have them around me. So I just admire my staff and I've got a great team of staff that I need to always say thank you for being in my journey. എൻ്റെ ഫാമിലി എന്ന് പറയുമ്പോഴത്തേക്കും like my husband is with me here and ഞങ്ങൾക്ക് 2 പിള്ളേരുണ്ട്. So my husband is also into his own business and that's what he does. എനിക്ക് 2 പിള്ളേരുണ്ട്. മൂത്ത മോള് 25 years, she's working in UK as an economist, ഒരു ബാങ്കിൽ വർക്ക് ചെയ്യുന്ന. രണ്ടാമത്തെ മോള് അവൾ ബാംഗ്ലൂരിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന അവളൊരു ഫുട്ബോൾ പ്ലെയർ. her passion is football. So that's my family and my husband has been highly supportive of everything that I do because പുള്ളിക്കാരൻ്റെ സപ്പോർട്ട് ഇല്ലാണ്ട് എനിക്ക് നഴ്സറി മുന്നോട്ട് പോകാനേ പറ്റില്ല. he has been very helpful and the external work നിങ്ങൾ നോക്കുമ്പോൾ ഈ the decor and the maintenance and എല്ലാം he is hands on with me, supporting me with the business. പിന്നെ അതേപോലെ ഫാമിലി എന്ന് പറയുമ്പം there's another person, my dad. He's one person I will always remember who helped me bloom and cherish thus far, and a dad. So he's always behind me, just encouraging me to go out and try things. ഞാൻ ദുബായിൽ 26 years മുന്നേ വന്നപ്പോഴും it was not വരാനുള്ളൊരു സാഹചര്യം അല്ലായിരുന്നു. ഞാൻ അപ്പോഴും എൻ്റെ മമ്മി മരിച്ചു പോയത്. അപ്പോഴും ആ സമയത്തും ഡാഡി എപ്പോഴും പറയും you need to go live your dream and daddy is one who always encouraged me to come out of it. അതേപോലെ എൻ്റെ ബ്രദറും ഇവിടെ വന്നപ്പോഴും he's been a great support. ഇവിടെ വന്നപ്പോഴും just the fact ഡാഡിയുടെ സപ്പോർട്ട് ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് ഇങ്ങോട്ട് വരാൻ പറ്റി. and to see this dream is because I have my friends and family. and ഷാർജയിൽ വന്നപ്പം another thing is നമ്മളെ ഫാമിലി മിസ് ചെയ്യുമ്പോൾ ഇവിടെയുള്ള ഫ്രണ്ട്സ്, the friend circle is very very important to keep you on the go. I've got a beautiful group of friends who stand by me, who pray with me and who support me. That's another lifeline that keeps me on.